ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നാണ് നമ്മൾ ഡ്രില്ലടിച്ച്, അതായത് പൈപ്പ് ഡ്രില്ലടിക്കുന്ന സമയത്ത് പൈപ്പിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാമെന്നാണ് ആദ്യമേ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിത് നോക്കേണ്ടത് ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ കറക്റ്റ് ചെയ്യണം. ഫ്ലോർ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് ബെൽറ്റ് നോക്കുക. അതായത് വീടിൻ്റെ ബെൽറ്റ് ഉണ്ടാവും. വീടിൻ്റെ ബെൽറ്റ് എല്ലാ വീടുകളുടെ ഏകദേശം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 99% ചെയ്തിരിക്കുന്നത് സ്പിറ്റ് ലെവലിലായിരിക്കും. അപ്പോൾ ബെൽറ്റാണ് ഈ കാണുന്നത്. ആ ബെൽറ്റിൽ നിന്നും 2 ഇഞ്ച് പൊങ്ങിയിട്ടാണ് നമ്മുടെ ടൈലിൻ്റെ ഫിനിഷിങ് റൂമുകളിൽ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ റൂമിൽ നിന്നും 2 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മുടെ ബാത്റൂം സാധാരണ കിടക്കേണ്ടത്, താഴത്തെ ഫ്ലോറിൽ, എല്ലാ ഫ്ലോറിലാണെങ്കിലും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബെൽറ്റിൻ്റെ സെയിം ലെവലായിരിക്കണം നമ്മൾ ബാത്റൂമിൻ്റെ ലെവൽ മാർക്ക് ചെയ്യുക. അതായത് ആ ഇപ്പോൾ കിടക്കുന്ന ബെൽറ്റിൻ്റെ ലെവൽ ബാത്റൂമിൻ്റെ ലെവൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ് ലെവലായി. അതിൽ നിന്നും ഒരടി പൊക്കിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന പൈപ്പ് പോകേണ്ട ലൈൻ വരച്ച് ക്ലിയർ ചെയ്യേണ്ടത്. അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്നും, അതായത് ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൽ നിന്നും ഒരടി ഹൈറ്റിൽ, അതായത് ഒരടി എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ നമ്മുടെ പൈപ്പ് ലൈൻ പോകേണ്ടത് കറക്റ്റായിട്ട് വരച്ച് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അളവായി കഴിഞ്ഞു. അത് എല്ലാ ബാത്റൂമുകളും എവിടെ വേണമെങ്കിലും അങ്ങനെ ചെയ്താൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവലിൽ നിന്നും ഒരടി മുകളിലേക്ക് എല്ലാ ലെവലിലും പൈപ്പ് ലൈൻ ഉണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലെവലിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ബാക്കി എല്ലാ അളവുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്ന ഡൈവേർട്ടർ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 120 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ മുകളിലായിട്ട് ഷവറിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ഷവറിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ ഇത് റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കൊടുത്ത് പച്ചവെള്ളം ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം നമ്മളിവിടെ ഒരു ഓവർലാപ്പ് വരുന്നൊരു ഷവറിലെ ഓവർലാപ്പ് വന്നിട്ട് നേരെ മുകളിലേക്ക് നമ്മൾ ഹീറ്ററിനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിലേക്ക് കൊടുക്കുന്ന പിന്നെ ഈ വരുന്നത് ഷവറാണ് വരുന്നത്. ഷവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ലിൻഡിലിൻ്റെ തൊട്ട് ചേർന്ന് നിർത്തുക. അതായത് 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ഷവറിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നേരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആഴം കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആഴത്തിൽ കുത്തിയിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം ആയതുകൊണ്ട് ഡൈവേർട്ടറിന് അത്യാവശ്യം ചില സിസ്റ്റത്തിന് ജാഗൂറാണെങ്കിൽ അധികം ഉള്ളിലേക്ക് കുഴിക്കേണ്ടി വരില്ല. പക്ഷേ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ നമുക്ക് ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേ ലെവലിൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ എവിടെയാണ് വരുന്നത്, അതിനുശേഷം അറ്റത്തേക്ക് മാറി നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഇത് ഫിനിഷിങ് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൈപ്പും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഫിനിഷിങ്ങിൽ നിന്നും ഒരടി ഹൈറ്റിൽ നമുക്ക് ബാത്റൂമിൻ്റെ പൈപ്പ് ലൈൻ പോയിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഡ്രില്ല് ആ ഏരിയയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഹോസ്പിറ്റോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫിറ്റിങ്സുകളോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കണമെന്ന് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്ത് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഏരിയ മാറ്റി ഒഴിവാക്കിയിടാനും സാധിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രില്ല്, അതായത് നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ലൈനിലേക്ക് നമ്മൾ ഡ്രില്ലടിച്ച് കയറ്റി ഹോളായി പൈപ്പ് പൊട്ടിപ്പോകുന്നൊരവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ലെവൽ കാര്യങ്ങൾ, ബാത്റൂമിൻ്റെ ലെവൽ എങ്ങനെ കാണാമെന്നും അതിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നമ്മൾ സാധാരണ കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so